ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. യോബിൻ്റെ പുസ്തകം 40-ാം അധ്യായം 8-ാമത് വാക്യം ഇങ്ങനെ കാണുന്നു: നീ എൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ എന്ന ചോദ്യമാണ്. ദൈവത്തിൻ്റെ ന്യായത്തെ, ദൈവത്തിൻ്റെ നീതിയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കാണ് കഴിയുക എന്ന് ചോദിച്ചാൽ അതാർക്കും സാധ്യമല്ല എന്ന് തന്നെയാണ് തിരുവചനം നമ്മെ ആധികാരികമായി ഓർമ്മപ്പെടുത്തുന്നത്. യോശുവയെ ദൈവം നീതിമാനായി കാണുകയും ആ കാലഘട്ടത്തിൽ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിപ്പാൻ ദൈവം യോശുവയെ കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നാൽ യോശുവ നീതിമാനല്ലെന്നും തൻ്റെ ജീവിതത്തിൽ അശുദ്ധി ഉണ്ടെന്നും വരുത്തി തീർക്കേണ്ടതിന് സാത്താൻ യോശുവയെ കുറ്റം ചുമത്തുവാൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് യഹോവ കണ്ടിട്ട് സാത്താനെ ഭത്സിക്കുകയും യോശുവയോട് നിന്റെ മുഷിഞ്ഞ വസ്ത്രം മാറി മറ്റൊരു വസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മുഷിഞ്ഞ വസ്ത്രത്തിൻ്റെ പേരിൽ യോശുവയെ കുറ്റം പറയുവാൻ, കുറ്റപ്പെടുത്തുവാൻ സാത്താൻ നിൽക്കുമ്പോൾ അത്യുന്നതനായ ദൈവം തൻ്റെ ന്യായം അവിടെ വെളിപ്പെടുത്തുകയും ആ ന്യായത്തെ ദുർബലപ്പെടുത്തുവാൻ സാത്താന് കഴിയാതെ പോവുകയും ചെയ്തു എന്നുള്ളതാണ് നാം അവിടെ മനസ്സിലാക്കേണ്ടത്. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും അതിന് 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രാജാവ് കൃത്യമായിട്ട് മൊർദെഖായിയുടെ ന്യായത്തെ, നീതിയെ നടത്തി കൊടുക്കുവാൻ നിൽക്കുമ്പോൾ ഹാമാൻ ഏതു വിധേനയും ദൈവത്തിൻ്റെ നീതിയെ ദുർബലപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിട്ട് രാജാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് മൊർദെഖായിയെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുവാൻ ഹാമാന് കഴിയാതെ പോയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം കൃത്യസമയത്ത് അഹശ്വേരോശ് രാജാവ് വായിക്കുകയും ആ നിലയിൽ മൊർദെഖായിയെ ഉയർത്തുവാനും അനുഗ്രഹിപ്പാനും രാജാവ് ആഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു ഭക്തനായ മൊർദെഖായിയെ അന്യായമായി ഉപദ്രവിക്കുവാൻ ഹാമാൻ ആഗ്രഹിച്ചപ്പോൾ ന്യായത്തിനു വേണ്ടി നിൽക്കുന്ന മൊർദെഖായിയെ അനുഗ്രഹിപ്പാൻ തീരുമാനിച്ച ദൈവത്തിൻ്റെ ന്യായത്തെ ദുർബലമാക്കുവാൻ ഹാമാന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നീതിമാനായ മൊർദെഖായിയുടെ ന്യായത്തെ ദുർബലപ്പെടുത്തുവാൻ നോക്കിയ ഹാമാനെ ദൈവം ശിക്ഷിപ്പാനിടയായെന്നും നാം തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ലെങ്കിൽ, ദൈവം മുൻപിൽ നീതിയോടെ നാം നിൽക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ ന്യായത്തെയും നീതിയെയും കണ്ടിട്ട് ന്യായമായ നന്മകൾ നമുക്ക് നൽകുമെന്നും
അത് തടയുവാൻ ശത്രുവിന് കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞ് നമ്മുടെ വിശ്വാസ പോർക്കളത്തിൽ നമുക്ക് ന്യായത്തിനു വേണ്ടി നിൽക്കാം. അതിനെന്നെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ദൈവം ന്യായത്തിൻ്റെ ദൈവമാണെന്നും ദൈവത്തിൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുവാൻ ഈ ലോകത്താർക്കും കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞ് ന്യായമായ വിധി കൽപ്പിക്കുന്ന, ന്യായമായ നന്മ നൽകുന്ന ദൈവത്തിൽ വിശ്വാസമുറപ്പിച്ച് മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.